സാർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പറയുമ്പോഴേക്കും സുഗന്ധ വ്യഞ്ജനങ്ങളല്ലാതെ നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഈ ലോകത്തിനോട് പറഞ്ഞു കൊടുക്കാനുണ്ട്? ഐതിഹ്യങ്ങളുടെയോ പുരാതനങ്ങളുടെയോ ചരിത്രങ്ങളുടെയോ ഒന്നും പിൻബലം നമുക്ക് അവകാശപ്പെടാൻ കഴിയില്ല എങ്കിലും കേരളത്തിൻ്റെ കിഴക്കേ അറ്റത്ത് തമിഴ്നാടിൻ്റെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു കാർഷിക ഗ്രാമമാണ് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ കൃഷി ചെയ്യുന്നതിനായി ചക്കുവള്ളത്ത് എത്തിച്ചേർന്നു. അപ്പോൾ കൃഷിയാണോ നമ്മൾ മെയിനായിട്ട്? പ്രധാനമായും ഏലകൃഷിയാണ്. മലയോര കാർഷിക കുടിയേറ്റ ഗ്രാമമാണ്. അതോടൊപ്പം തന്നെ ചക്ലിയ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ ആദ്യമായി ഏലകൃഷിക്ക് ചെന്നിട്ടുള്ളത്. ചക്ലിയ സമുദായത്തിൽപ്പെട്ട ആളുകൾ താമസിച്ചിരുന്ന സ്ഥലം ചക്കു എന്ന് പറഞ്ഞാൽ വനമെന്നും ചതുപ്പെന്നും പുൽമേടെന്നും പേരുണ്ട്. അങ്ങനെ ചക്കുവള്ളത്ത് താമസിച്ച ചക്ലിയ സമുദായത്തിൽപ്പെട്ട ആളുകൾ കൃഷി ചെയ്തുകൊണ്ട് ചക്കുവള്ളമെന്നും, ജഖു എന്ന ഒരു തമിഴ് കൃഷിക്കാരൻ കൃഷിക്ക് വന്നിരുന്നത് കൊണ്ട് തമിഴ്നാട്ടുകാർ ജഗ്ഗു എന്നും രണ്ട് നാമം പറയുന്നുണ്ട്. എന്നാലും ചക്കുവള്ളമാണ് ആധികാരികമായി ആ പേരിൽ പറയുന്നത്. ഈ ഗ്രാമക്കാഴ്ചകൾ കണ്ട് നമുക്ക് തിരിച്ചു വരാം. സമുദ്രനിരപ്പിൽ നിന്ന് 2500 അടി ഉയരെ കാറ്റിൽ ഏലത്തിന്റെയും കുരുമുളകിന്റെയും മണമുള്ള മലയോര കുടിയേറ്റ ഗ്രാമമാണ് ചക്കുവള്ളം. 1977 ഇടുക്കി വണ്ടൻമേട് പഞ്ചായത്ത് വിഭജിച്ചാണ് ചക്കുവള്ളം പഞ്ചായത്ത് രൂപം കൊള്ളുന്നത്. ചക്കുവള്ളത്തിന്റെ സ്ഥിരാകേന്ദ്രമായ അണക്കര ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച 36 സുഗന്ധ ഗ്രാമങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയവരാണ് ഇവിടുത്തെ ആധുനിക കാർഷിക സംസ്കാരത്തിന് തുടക്കമിടുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കുടിയേറിയ ചക്ലിയാന്മാർ താമസിച്ചിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് ചക്കുവള്ളം എന്ന പേർ വന്നത് എന്നാണ് വിശ്വാസം. എടുത്തു പറയേണ്ടുന്ന സാംസ്കാരിക പാരമ്പര്യം ഒന്നും അവകാശപ്പെടാനില്ലെങ്കിലും ഈ പഞ്ചായത്ത് വളരുകയാണ്. കൂടുതൽ സ്വപ്നങ്ങളും കൂടുതൽ പ്രതീക്ഷകളുമായി. ചക്കുവള്ളത്തിന്റെ ഗ്രാമത്തിന്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. പക്ഷെ വികസനത്തിന്റെ കാര്യത്തിലും തീർച്ചയായും പുതുമയുള്ള ഒരു കഥ ചക്കുവള്ളത്തിന് പറയാനുണ്ടാവും. നമുക്ക് എന്താണ് വികസന മാതൃക? നമുക്ക് ലോകത്തിന് മുഴുവൻ പറയാൻ ഒരു വികസന മാതൃക. കാർഷിക കേരളത്തിന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന പുതിയ വിളയാണ് ഫാം ടൂറിസം. അതാണ് കാര്യം. കാർഷിക കേരളത്തിന് പരിചയപ്പെടുത്തുന്ന പുതിയൊരു വിളയായാണ് ഫാം ടൂറിസത്തെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഫാം ടൂറിസത്തിന്റെ കാഴ്ചകൾ കൂടി കണ്ടിട്ട് വരാം. വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറുമായി ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് ചക്കുവള്ളം. കാലാവസ്ഥയിലും ഹരിതാഭയിലും അനുഗ്രഹീതമാണ് ഈ ഗ്രാമം. തനത് വിഭവശേഷിയെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുത്താം എന്ന ചിന്തയാണ് ചക്കുവള്ളം പഞ്ചായത്തിന്റെ ഇന്നത്തെ വികസനത്തിന് ആധാരം. വിമൻ ഇൻ അഗ്രികൾച്ചർ എന്ന കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് പരമാവധി പിന്തുണ നൽകിയാണ് പഞ്ചായത്ത് ഇത് സാധ്യമാക്കുന്നത്. കൃത്യമായ വിഭവശേഷി അറിഞ്ഞുള്ള ഒരു ആസൂത്രണം ഏതൊരു പദ്ധതിയുടെയും വിജയത്തിന്റെ അടിസ്ഥാനമാണ്. ഇത് ഒരു മലയോര കർഷക കുടിയേറ്റ ഗ്രാമമായതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിയെ സ്വാഭാവികമായും ഡിപ്പെൻഡ് ചെയ്യും സോഴ്സ് ഓഫ് ഇൻകത്തിനായി. പക്ഷെ അതൊരു കൃത്യമായ വരുമാന മാർഗം അല്ലാതാവുകയും മറ്റു വരുമാന മാർഗം നമ്മൾ കണ്ടുപിടിക്കാൻ ബാധ്യസ്ഥരാവുകയും ചെയ്ത ഒരു അവസ്ഥയിലാണ് പഞ്ചായത്ത് വിമൻ ഇൻ അഗ്രികൾച്ചർ പോലുള്ള പദ്ധതികളുമായി ജനജീവിതത്തിലേക്ക് ഇന്റർഫിയർ ചെയ്തത്. വിമൻ ഇൻ അഗ്രികൾച്ചറിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഹോം സ്റ്റേകൾ. 25 പേരടങ്ങുന്ന ഈ കൂട്ടായ്മയുടെ നേതൃത്വത്തിന്റെ സഹായത്തോടെ കർഷകർ തങ്ങളുടെ തന്നെ കൃഷിയിടങ്ങളിൽ ഹോം സ്റ്റേകൾ നിർമ്മിച്ച് കൃഷിക്ക് സമാന്തരമായി മറ്റൊരു വരുമാന മാർഗം കൂടി കണ്ടെത്തുന്നു. ചക്കുവള്ളത്തിന്റെ പ്രകൃതി ഭംഗി തന്നെയാണ് ഈ ഹോം സ്റ്റേകളുടെ പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റും. വിമൻ ഇൻ അഗ്രികൾച്ചർ 25 സ്ത്രീകൾ നയിക്കുന്ന കാർഷിക കൂട്ടായ്മ. സ്ത്രീകളെ കൃഷിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല ഇവരുടെ ലക്ഷ്യം. മറ്റു പല ബിസിനസ്സുകൾ, പ്രിന്റിംഗ് യൂണിറ്റ്, ടെക്സ്റ്റൈൽ യൂണിറ്റ്, സ്വന്തമായി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് എന്നീ മേഖലകളിലും ഇവർ സജീവമാണ്. പഞ്ചായത്ത് ഇക്കാര്യങ്ങളിലെല്ലാം പരിപൂർണ പിന്തുണ നൽകിയാണ് സാധാരണക്കാരന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നത്.
ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിലെ വിമൻ ഇൻ അഗ്രികൾച്ചർ എന്ന കാർഷിക കൂട്ടായ്മയുടെ പ്രസിഡന്റാണ് ഇത് നമ്മുടെ കൂടെ ഉള്ളത്. എന്താണെങ്കിലും നമ്മുടെ പ്രസിഡന്റ് എലിസബത്ത് ടീച്ചറിന് ഒരുപാട് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ നമുക്ക് ടീച്ചറിനോട് തന്നെ ചോദിക്കാം. ടീച്ചറെ, ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? 2004 ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള കൃഷിഭവന്റെ കീഴിലാണ് ഈ വിമൻ ഇൻ അഗ്രികൾച്ചർ എന്ന് പറയുന്ന സംഘം രൂപീകരിക്കപ്പെട്ടത്. ഇതിൽ 25 വനിതാ കർഷകരാണുള്ളത്. അപ്പോൾ കാർഷിക രംഗത്ത് സ്ത്രീകളെ കൂടുതൽ എംപവർ ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് ഈ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങനെ ഇരിക്കുമ്പോൾ 2005 ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് കിട്ടി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും UNDPയും കൂടെ സംയുക്തമായി റൂറൽ ടൂറിസം പരിപാടി ഇന്ത്യയിലെ 36 ഗ്രാമങ്ങളിൽ തുടങ്ങി. അപ്പോൾ അതിൽ ഒരു ഗ്രാമം നമ്മുടെ ഈ അണക്കരയായിരുന്നു. അണക്കര എന്ന് പറയുമ്പോൾ ചക്കുവള്ളം പഞ്ചായത്തിലെ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിനെ കേന്ദ്രീകരിച്ചാണ് അത് നടപ്പാക്കിയത്. അപ്പോൾ ഈ റൂറൽ ടൂറിസത്തിലൂടെ ഗ്രാമീണ ജനതയ്ക്ക് വരുമാനം ലഭിക്കുക, അങ്ങനെ അവരുടെ ലൈവ്ലിഹുഡ് ഇംപ്രൂവ് ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചിരുന്നത്. ഞാനിപ്പോ നിൽക്കുന്നത് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിലെ വിമൻ ഇൻ അഗ്രികൾച്ചർ എന്ന് പറയുന്ന കാർഷിക കൂട്ടായ്മയുടെ ഒരു ഫാമിലാണ്. മാത്രമല്ല, ഇതിന്റെ ഉടമസ്ഥയായ ശാന്തി ചേച്ചി ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു. ചേച്ചിക്ക് രണ്ടിലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കാരണം പഞ്ചായത്ത് സമ്പൂർണ്ണ പിന്തുണ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ആട് വളർത്തലുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, പിന്നെ ഒരു ഗ്രാൻഡ് പച്ചക്കറി ഫാം ഉണ്ട്. അതൊക്കെ നമുക്ക് കാണണ്ടേ. ഇവിടുത്തെ കാറ്റിന് പോലും സുഗന്ധം. രാമച്ചവും എരിവേലിയും കൃഷ്ണതുളസിയും രാമതുളസിയും കർപ്പൂരമുല്ലയും ചന്ദനവും ഒക്കെ ആയിട്ട് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിലെ വിമൻ ഇൻ അഗ്രികൾച്ചറൽ പ്രോഗ്രാം പോലെ പഞ്ചായത്ത് ഏറെ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഫാം ഹൗസ് ടൂറിസം ഡെവലപ്മെന്റ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അഗസ്ത്യ ഫാമിലാണ്. ഇതുപോലെ ഏതാണ്ട് 10ഓളം ഫാമുകൾ ഈ പഞ്ചായത്തിന് സ്വന്തമായിട്ടുണ്ട്. ചേട്ടോ, എന്തുണ്ട് വിശേഷം? എന്തുണ്ട് വിശേഷം? ആണോ, സുഖമായിരിക്കണം. ഇതാരാണെന്ന് ഞാൻ പരിചയപ്പെടുത്തിയില്ല. ഇത് നമ്മുടെ അഗസ്ത്യ ഫാമിന്റെ ഉടമസ്ഥൻ അജിച്ചേട്ടനാണ്. ഇതെങ്ങനെ സാധിക്കുന്നു ഈ സ്വന്തം പറമ്പിനുള്ളിൽ തന്നെ വീടും പറമ്പുമായിട്ട് ചേർന്നിട്ട് ഇത്രയും ജൈവ വൈവിധ്യം കാത്തു സൂക്ഷിക്കാൻ, ബയോഡൈവേഴ്സിറ്റി കാത്തു സൂക്ഷിക്കാൻ? പ്രകൃതിയുടെ തനതായ കൃഷി രീതിയാണ് നമ്മൾ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. പാരമ്പര്യമായിട്ട് ഞങ്ങൾ ആ രീതി തന്നെയാണ് കൃഷി ചെയ്യുന്നത്. രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല, കീടനാശിനികൾ ഉപയോഗിക്കാറില്ല. പിന്നെ മുയൽ കൃഷിയുണ്ട്, കോഴി കൃഷിയുണ്ട്. ഇതിൻ്റെയൊക്കെ കാഷ്ടങ്ങളും ചാണകമൊക്കെയാണ് നമ്മൾ സാധാരണ കൃഷിക്കെല്ലാം ഉപയോഗിക്കാറുള്ളത്. ഇത് മാത്രമല്ല, ഏതാണ്ട് 125-ലേറെ വരുന്ന ആയുർവേദ മരുന്ന് ചെടികളുടെ വലിയൊരു ശേഖരവും ചേട്ടനുണ്ട് ഇല്ലേ? ഇതെങ്ങനെയാണ് പഞ്ചായത്ത് എങ്ങനെയൊക്കെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഇവിടെ ടൂറിസം മേഖലയാണല്ലോ. ടൂറിസം മേഖലയിൽ വളരെയധികം സാധ്യതകൾ ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി പഞ്ചായത്ത് ഞങ്ങൾക്ക് ഒരുപാട് അറിവ് പകർന്നു തരികയും ചെയ്തു. കാർഷിക മേഖലകളിൽ നമ്മൾ ഏതായാലും ഒരു മുതൽ മുടക്കം നമുക്ക് ഈ ഭൂമിയിലുണ്ട് ഇപ്പം. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാവുന്ന ഒരു അഡീഷണൽ ഇൻകമാണ് ഈ ടൂറിസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫോറിനേഴ്സുകൾക്ക് ഈ ആയുർവേദ പ്ലാന്റും സ്പൈസ് പ്ലാന്റും കണ്ടു കഴിയുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പം അവരിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു അഡീഷണൽ ഇൻകമാണ്. അതിലൂടെ തന്നെ നമുക്ക് കാർഷിക വൃത്തിയിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നു. സ്വന്തം മണ്ണിൽ ടൂറിസത്തിന്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് പഞ്ചായത്ത് പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ചക്കുവള്ളം ചെല്ലാർകോവിൽ മെറ്റിൽ ULOയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ ഇക്കോ ടൂറിസം പദ്ധതി. ഞാനിപ്പോ ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിലെ ചെല്ലാർകോവിൽ മെട്ടിലാണ്. ഒരു കാലത്ത് ഇത് കാട് പിടിച്ച് സാമൂഹ്യ വിരുദ്ധരുടെ ആവാസ കേന്ദ്രമൊക്കെ ആയിരുന്നു. പക്ഷേ പഞ്ചായത്ത് മുൻകൈയെടുത്ത് വനംവകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടെ നാട്ടുകാരുടെ സമ്പൂർണ്ണ സഹകരണത്തോടെ ഇത് അറിയപ്പെടുന്ന ഒരു എക്കോ ടൂറിസം പ്രോജക്റ്റാണ്. വിമൻ ഇൻ അഗ്രികൾച്ചർ, വില്ലേജ് ഫാം ടൂറിസം അണക്കര, യൂണിറ്റ് ലെവൽ ഓർഗനൈസേഷൻ, അങ്ങനെ എല്ലാ കൂട്ടായ്മകൾക്കും പരമാവധി പിന്തുണ നൽകിയാണ് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് കൃഷിയിലും ടൂറിസത്തിലും ഈ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. അങ്ങനെ സാമ്പത്തിക സ്ഥിരതയുള്ള നല്ലൊരു നാളേക്കായി ഇവർ ഒത്തൊരുമിച്ച് പ്രയത്നിക്കുന്നു. ജൂറിക്ക് വികസനത്തിന്റെ കാര്യത്തിൽ ഒരുപാട്